ജനവാസ മേഖല എന്നാൽ എന്ത്? ഇല്ല സാർ, അറിയില്ല. ഒരധ്യാപകനായതുകൊണ്ടാണോ എന്നറിയില്ല. ഒരു സംശയം കിട്ടിയാൽ എനിക്കത് ക്ലിയർ ചെയ്തേ നോക്കൂ. ഇനിയിപ്പോൾ പട്ടയഭൂമി എന്താണെന്ന് ചോദിച്ചാലും ഇല്ല സാർ, അറിയില്ല എന്ന് തന്നെയാണോ ഉത്തരം? എന്തൊക്കെയായത്? നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് നിങ്ങൾ ഭാവിക്കുക. പട്ടയഭൂമിയിൽ ബഫർ സോൺ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെയുള്ള ഒരു കഥയാണിത്. ഇതില് 4 അധ്യായങ്ങളാണുള്ളത്. ഒന്നാമത്തെ അധ്യായം എന്താ കുട്ടി? എനിക്ക് പേടിയാവുന്നു. എന്താന്ന് പറ. എന്താ പറ്റി? ടീച്ചർ പേടിക്കണ്ട കേട്ടോ. ഈശ്വരേ, ബഫർ സോണും കൂടെ നടപ്പിലായി ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? മോളെ പേടിക്കണ്ട കേട്ടോ. പ്ലീസ് സ്റ്റോപ്പ് ബഫർ സോൺ. We want justice. ചേട്ടാ ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് പോവോ? ചേട്ടാ ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് പോകട്ടാ. എങ്ങനെ പോകാൻ ഈ ആനയൊക്കെ മുന്നിലുള്ളപ്പോ? ആകാശേ പോയടാ. Please stop buffer zone. We want justice. സർക്കാരിന്റെ ഒരു ഉത്തരവ് സാർ ശ്രദ്ധിച്ചു കാണും. ബഫർ സോൺ ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കിയെന്ന് 2019 ഉത്തരവ് റദ്ദാക്കിയിട്ടുമില്ല. ഇതിനകത്തൊക്കെ വൻ കെണികൾ പതിയിരിപ്പുണ്ട്. സാർ, പട്ടയഭൂമിയിൽ കരമടച്ച് റവന്യൂ നിയമങ്ങൾ പാലിക്കുന്നവരുടെ കൺമുമ്പിലാണ് ഇന്ന് ബഫർ സോൺ എന്ന മരണമണി മുഴങ്ങുന്നത്. ഈ ജനം എന്ത് ചെയ്യും സാർ? കഴിഞ്ഞൊരു മണിക്കൂറോളമായി ഫാദറിനോട് പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ട്, നീതിയുണ്ട്. ശരിയാണ്, ജനങ്ങൾ കരമടച്ചിരുന്നു, റവന്യൂ നിയമങ്ങൾ പാലിച്ചിരുന്നു. പക്ഷെ ഫാദർ, ഇന്നിതൊരു വനഭൂമിയാണ്. വനനിയമങ്ങൾ അനുസരിച്ചേ പറ്റൂ. ആർഷഭാരത സംസ്കാരം നാനാത്വത്തിൽ ഏകത്വമല്ലേ സാർ? എന്തിനാണ് ഇവിടെ ഇരട്ട നീതിയും ഇരട്ട പൗരത്വമൊക്കെ? സാറിന്റെ കണ്ണുകളിൽ കേന്ദ്രത്തെയും കോടതിയും ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇന്ന് ഈ ജനത്തിനു വേണ്ടി അപേക്ഷിക്കുകയാണ്. പ്ലീസ് സ്റ്റോപ്പ് ബഫർ സോൺ. വി വാണ്ട് ജസ്റ്റിസ്. സർ, ചേച്ചി
എന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന അനന്തു ഇല്ലേ, അവന്റെ അച്ഛനൊരു സ്പീച്ച് ഇട്ട് യൂട്യൂബില് ബഫർ സോണിനെ കുറിച്ചൊക്കെ. ശരിക്കും അതെന്താ? അതെന്താന്നറിയോ? ഈ ഫോറസ്റ്റ് ഏരിയസ് ഇല്ലേ, അതിന്റെ 1 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസിലുള്ള പ്രദേശമെല്ലാം വനഭൂമിയാക്കി മാറ്റാനാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. അതിനിപ്പോ എന്താന്ന് ചോദിച്ചാല് നമ്മുടെ സ്കൂളും നമ്മുടെ പറമ്പും ഹോസ്പിറ്റലും ഒക്കെ വനഭൂമിയാകും. അപ്പൊ നമ്മുടെ സ്കൂളും ഫോറസ്റ്റിലാവും. ഈ നിയമം നമ്മുടെ നാട്ടിൽ വന്നാല് നമ്മുടെ നാട്ടിൽ ഇനി പിന്നെ ഒരു ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറസ്റ്റ് കൺസർവേഷന്റെ ഒക്കെ പെർമിഷൻ എടുക്കേണ്ടി വരും. അത് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതിന്റെ സീരിയസ്നെസ് ആർക്കും അറിയാത്തതുകൊണ്ടായിരിക്കും അനന്തുവിന്റെ അച്ഛൻ യൂട്യൂബില് വീഡിയോ എടുത്ത് സ്പീച്ച് ഇട്ട്. ചേച്ചിക്ക് ഇതെങ്ങനെ അറിയാം? അതെ ജോക്കുട്ടാ, ഞാനൊരു സ്കൂളിന്റെ ഹെഡ് ഗേളാ. ഒരു ഹെഡ് ഗേൾ ആവുമ്പോ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ചേച്ചിയുടെ ആഗ്രഹം ഒരു കളക്ടർ ആവാനല്ലേ? ചേച്ചി എന്തായാലും കളക്ടർ ആവും. കൊറോണ വന്നതിന് ശേഷം എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നായിരുന്നു. അപ്പോഴായി ബഫർ സോൺ. നിങ്ങളിങ്ങനെ ഓരോന്നോർത്ത് ടെൻഷൻ പിടിക്കാതെ കൊച്ചിനെ പഠിപ്പിക്കാൻ സ്ഥലം അങ്ങ് വിറ്റാ പോരേന്നേ. സ്ഥലം വിൽക്കുന്നത് പോയിട്ട് ഒരു ലോണ് പോലും ഇനി കിട്ടില്ല. ഇനി അഥവാ ഒരു ലോൺ കിട്ടണമെങ്കിൽ തന്നെ ഒരു 100 പ്രാവശ്യമെങ്കിലും കയറി ഇറങ്ങേണ്ടി വരും. നീ നേരത്തെ പറഞ്ഞില്ലേ ഇത് കർഷകരെ മാത്രമേ ബാധിക്കുള്ളൂ. സുപ്രീം കോടതിയുടെ ഈ വിധി നടപ്പിലായ കർഷകരെ മാത്രമല്ല ബിസിനസ്സുകാരെയും നമ്മളെയും പ്രതിസന്ധിയിലാക്കും. അരിമേടിക്കലും അടുപ്പ് പുകയിലൊക്കെ ചോദിച്ചിനായി മാറും. പേടിക്കണ്ട കേട്ടോ. പ്ലീസ് സ്റ്റോപ്പ് ബഫർ സോൺ. വി വാണ്ട് ജസ്റ്റിസ്. ചോരെ നീരൊഴുക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമിയേത്. ഈ മണ്ണാ ഞങ്ങളുടെ സ്വപ്നം, ഈ മണ്ണാ ഞങ്ങളുടെ ആത്മവിശ്വാസം. ഇത് വനഭൂമിയാക്കിയിട്ട് വേണോ നിങ്ങൾക്ക് മൃഗങ്ങൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ? ബഫർ സോൺ വേണ്ട ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് നീതി തരൂ. ഇനിയെങ്കിലും ഈ നാടകം അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് കിട്ടേണ്ട നീതി ഞങ്ങൾക്ക് കിട്ടുക തന്നെ വേണം.